ഐഫോൺ 16 പ്രോ മാക്സ് വന്ന് ഇനി വിലയിൽ എന്ത് മാറ്റം? ഇറങ്ങിയ സമയത്ത് 1.5 ലക്ഷം റുപ്യക്ക് എടുത്ത മുതൽ ഇപ്പത്തെ വില കേട്ടാ നിങ്ങൾ നെട്ടു. 1 ഇയർ വാറന്റി ഉള്ള ഐഫോൺ 12 പ്രോ ഇപ്പോഴും ഇറങ്ങുന്നുണ്ടോ എന്നുള്ള ഡൗട്ടല്ല. ഇത് ആപ്പിൾ സർട്ടിഫൈഡ് റീഫർബിഷൻ ആണ്. ഇതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വെൽക്കം ബാക്ക് ഇൻ കിഡോസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ അറിയാലോ, നമ്മൾ കാത്തിരുന്ന 16 പ്രോ മാക്സ് ഇറങ്ങി അല്ലെ. 16 പ്രോ മാക്സ് ഇറങ്ങി ഒരുപാട് പേര് വലിയ പൈസ കൊടുത്തിട്ട് ആ ഒരു ദിവസം തന്നെ എടുത്തും ചെയ്തു. അപ്പൊ നമുക്കറിയാം, നമ്മൾ യൂസ്ഡ് ഫോൺസിലും ഒരുപാട് പ്രൈസിൽ വന്ന മാറ്റങ്ങളും അതേപോലെ യൂസ്ഡ് ഫോൺസിൽ എന്തെങ്കിലും പ്രൈസിൽ എത്ര വേരിയേഷൻ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന പ്രൊഡക്റ്റുകൾ അതിന്റെ എല്ലാ വശങ്ങളും നിങ്ങളോട് പറഞ്ഞ് തന്നിട്ട് സെയിൽ ചെയ്യും. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. iOS 18 സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡിവൈസുകൾ ഐഫോൺ എക്സസ് മുതൽ മുകളിലോട്ട് എല്ലാ ഡിവൈസും ഉണ്ട്. അപ്പൊ അതായത് ഐഫോൺ എക്സസിന് ഇന്നും മാർക്കറ്റ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് 18 ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അപ്ഡേഷൻ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് പറയുന്നത്. അപ്ഡേഷൻ എക്സസ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾ 30 പ്രോ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾ 40 പ്രോ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്ഡേഷനിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളിൽ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഐഫോൺ എക്സസ് 2017-18 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു ഡിവൈസ് ആണ് ഐഫോൺ എക്സസ് 256GB. ബാറ്ററി മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതായത് ഇതിൽ ബാറ്ററി 100% ബാറ്ററി ആവും. പിന്നെ അതായത് ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ബാറ്ററി ആണ്. ആപ്പിളിന് ഒറിജിനൽ ബാറ്ററി എടുത്തിട്ടൊന്നും ഇതിൽ ആരും ഇടലില്ല. അത് നിങ്ങൾ ഇപ്പൊ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കച്ചവടം ചെയ്തവരാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എടുക്കാൻ പോകണവരാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ നമ്മൾ ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ നല്ല കോപ്പി ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അൺനോൺ പാർട്ട് കാണിക്കും. അതല്ല നല്ല ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു 100% ബാറ്ററി കാണിക്കും. സ്റ്റിൽ ഇതിപ്പം ബാറ്ററി ചേഞ്ച് ചെയ്യാത്ത ഡിവൈസ് ആണ്. 77% ബാറ്ററി ഉണ്ട്. ഇത് നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് 100 ആക്കിയിട്ട് നിങ്ങൾക്ക് തരും. 100 ഇവിടെ കാണിക്കുകയും ചെയ്യും. വേറെ ഡിസ്പ്ലേ മാറ്റുക, ഗ്ലാസ് ചേഞ്ച് ചെയ്യുക. ഗ്ലാസ് ചേഞ്ച് ചെയ്ത സാധനത്തിനൊക്കെ വില കുറവുണ്ട്. അത് നമ്മളെപ്പോലെ പാവപ്പെട്ട ആൾക്കാർക്ക് അറിയില്ല. കസ്റ്റമേഴ്സിന് എന്തോ വില കുറച്ച് താങ്ങിയിട്ടടിക്കും. നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു സാധനം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുകയും ചെയ്യാം. ഇതിന് വരുന്ന പ്രൈസ് 750 ദിർഹംസ്. ബാറ്ററി ചേഞ്ച് ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് പറയുന്നത്. 750 ദിർഹംസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും. നമ്മളൊരു 3 മാസം വാറന്റി തരും. 1 മന്ത് റീപ്ലേസ്മെന്റും 2 മന്ത് സർവീസ് വാറന്റിയും. ഈ ഒരു വാറന്റി നിങ്ങൾക്ക് നാട്ടിൽ കിട്ടും. 1950 ദിർഹംസിന് ഐഫോൺ 13 പ്രോ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. പ്രൈസിൽ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു. 1950 ദിർഹംസ് 256GB നിങ്ങൾക്ക് 30 പ്രോ സ്വന്തമാക്കാൻ പറ്റും. അതുപോലെ തന്നെ 2100 ദിർഹംസിന് ഐഫോൺ 30 പ്രോ ഉണ്ട്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതേപോലെ ഷോപ്പുകാർ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ? കാണാൻ വഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് ചെയ്യുമ്പം നമ്മൾ പ്രൈസ് കുറച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നിട്ട് ഇവിടെ ഐഫോൺ 30 പ്രോ ഉണ്ടോ വെച്ച് ഉണ്ട്. 2500 വെച്ച് ഇന്നത്തെ രണ്ടും കാണിച്ചു കൊടുത്തു. അതിൽ പ്രോ സെലക്ട് ചെയ്തത് എനിക്ക് കുറച്ചും കൂടി പൈസ ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സാധനം വേണമെന്ന് പറഞ്ഞു ഇതെടുത്തു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു. ബ്രോ ഒരു ഇതേപോലെ ഒരു ഷോപ്പ് വിളിച്ചു. ഷോപ്പ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നത്. ഷോപ്പൊക്കെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഇത്ര പ്രൈസ് കുറവിൽ കണ്ട വീഡിയോ ആണ്. അങ്ങനെ അവിടെ ഇത്രയും ദൂരത്തുനിന്ന് അവിടെ ആ ഷോപ്പിലെത്തി ഫോൺ നോക്കുന്ന സമയത്ത് ഡോട്ട് അല്ലെങ്കിൽ ഇത് പറഞ്ഞ മാതിരി എന്തെങ്കിലും അബൌട്ടിൽ പോയി കഴിഞ്ഞാൽ ജെന്യൂൻ ആപ്പിൾ പാർട്ട് എന്നിങ്ങനെയുള്ള മെസ്സേജ് കാണിക്കുന്നു. അപ്പൊ ഇത് പറഞ്ഞിട്ട് ആരും നിങ്ങൾക്ക് തരില്ല. നമുക്ക് ഈ ഒരു ഇതിൽ പറയാം, നിങ്ങൾക്ക് മെയിൻ ഒരു കാര്യം ശ്രദ്ധിച്ചോളി. നിങ്ങൾക്ക് വില കുറവിൽ നിങ്ങൾക്ക് സാധനം കിട്ടുന്നുണ്ടോ, നിങ്ങൾ ആ സാധനത്തിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ഇപ്പൊ നമ്മളെ കമന്റ്സിൽ തന്നെ കാണാം, നമ്മളിപ്പോ ഇത് നമ്മളെ സാധനം നന്നാക്കി പറയാന്നുള്ളത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾക്ക് നന്നായിക്കുന്നു നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി. നിർബന്ധിച്ച് ഒരാളെ നമ്മൾ എടുപ്പിക്കുന്നില്ല. അതാണ് നമ്മളൊരു കാര്യം. നിങ്ങൾ നോക്കിയിട്ട് നമ്മളെ അടുത്ത് നിന്ന് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് സാധനം വിറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പൊ ആ കസ്റ്റമർ അങ്ങനെ പോയിട്ട് ഫോൺ നോക്കി 30 പ്രോ നോക്കിയപ്പോൾ 1850 കണ്ടാണ്. 1850 എന്തൊക്കെയാണ് ഇതിൽ മെസ്സേജസ് കാര്യങ്ങൾ വന്നതുണ്ട്. ഇതാണ് ഈ മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഇത് എന്ന് കരുതിയിട്ട് ഈ ഒരു മെസ്സേജ് എന്ന് പറയുക ആപ്പിളിന്റെ തന്നെ മെസ്സേജ് ആട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണതാ. ജെന്യൂൻ ആപ്പിൾ പാർട്ട് ഡിസ്പ്ലേ, പിന്നെ അതേപോലെ ജെന്യൂൻ ആപ്പിൾ പാർട്ട് ക്യാമറ, അതേപോലെ ഈ ഒരു 3 മെസ്സേജസ് വന്നു. ഇതേപോലെ ബാക്കിൽ ഡോട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നും വില കുറയും. അപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടപ്പം പ്രൈസിൽ ഒരുപാട് മാറ്റം വന്ന് ഇവിടെ ബാക്കിൽ ഡോട്ടും വന്നപ്പം അവരെന്തായി പ്രൈസ് വീണ്ടും കുറച്ചിട്ട് കൊടുത്തു. അപ്പോൾ കസ്റ്റമറെ കൺവിൻസ് ചെയ്തിട്ട് അവരോട് ഓക്കെ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്ത് വന്നത്.
കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാവരും ചെയ്യുന്നില്ല, ചില ആളുകൾ അങ്ങനെ പ്രൈസ് ഇതാക്കിയിട്ട് ചെയ്യും. നല്ല സാധനത്തിനോ അവിടെ നല്ല പ്രൈസും ഉണ്ട്, അതിനും സ്ക്രീൻ ഗാർഡ് കവറും ചെയ്തതില്ല. അപ്പോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ കച്ചവടം മുടക്കാനുള്ള കാര്യമില്ല. കാരണം പറഞ്ഞ കച്ചവടം ചെയ്ത് തുടങ്ങി എന്ന് പ്രശ്നമില്ല. നമ്മൾ അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജെനുവിൻ ആപ്പിൾ പാട് ഇത്ര ഒരു വില ഉണ്ട്. ഇതിന്റെ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളി. ഇത് 1950 റംസാണ്. ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഇത് ആപ്പിളിൽ നിന്ന് ഒറിജിനൽ മാറ്റി വന്ന സാധനങ്ങൾ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇത് പറഞ്ഞാൽ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. 85% ബാറ്ററി എന്നുള്ള നല്ല ക്ലീൻ നീറ്റ് പീസ് 2100 ദിർഹംസ് നിങ്ങൾക്ക് തരാം. ഇതിനെല്ലാത്തിനും വാറണ്ടി പറഞ്ഞ വാറണ്ടി ഉണ്ട്. എന്ത് പ്രശ്നം കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. കാരണം നമ്മൾ ആ ഒരു വാറണ്ടി ബിൽഡ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വാറണ്ടി സ്റ്റിക്കർ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക. ഇത് വേറെ ഒന്നുമല്ല, നമ്മളെ കമ്പനി റൂൾസ് ആണ്. നിങ്ങൾ ഇതാക്കി വെക്കുക. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് മാന്യമായിട്ട് തന്നെ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് പരിഹാരം കാണണോ ആ പൈസ പോവാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. 14 Pro Max 1TB 3400 ദിർഹംസിന് 1TB നിങ്ങൾ എടുക്കാൻ പറ്റും. ഇതിന് ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫോണാണ്, ക്ലീൻ പീസാണ്, 0 സ്ക്രാച്ച് ആണ്, മോഡൽ നമ്പർ M ആണ്. ഏതാ മോഡൽ നമ്പർ? വേറെ കാര്യം, നിങ്ങൾ ഫോൺ എടുക്കാൻ പോകണമെങ്കിൽ മോഡൽ നമ്പർ ഏതായിക്കോട്ടെ, M ആയോ N ആയാലും F, അങ്ങനെ കുറെ സീരീസ് ഉണ്ട്. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ റീഫർബിഷ്ഡ് ആണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിന് ഫസ്റ്റ് വന്ന മോഡലാണ്. N എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് യൂണിറ്റ് ആണ്. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് കരുതിയിട്ട് നമുക്ക് ഫോണിന്റെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ ജെന്യൂനിറ്റി ആണ്. റീഫർബിഷ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പോ നിങ്ങൾ കാണില്ലേ ഇത് റീഫർബിഷ്ഡ് ഫോണാണ് ഞാൻ എടുത്തതിനെ പറ്റിച്ച് നമ്മൾ കുറെ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു അറിവുണ്ടോ? അതെന്തായാലും ഇപ്പൊ ഈ ഒരു ഫോൺ ഇപ്പോ ഒരു എക്സാമ്പിൾ 11 നിങ്ങൾ എടുത്ത് ഇതിന്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ പുറത്തുനിന്ന് മാറ്റി ഈ സ്പെയർ ഒക്കെ ആക്കി ബോഡിയൊക്കെ സെറ്റാക്കി കോപ്പി ബോഡി ഇട്ട് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബോഡിയൊക്കെ ഇട്ടിട്ട് കസ്റ്റമേഴ്സിന് ഒരു ഫോൺ രൂപത്തിലാക്കിയിട്ട് ചിപ്പും ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഒരു ഫോൺ രൂപത്തിലാക്കി കൊടുക്കുകയാണെങ്കിൽ അത് റീഫർബിഷനാണ്. അത് MN ആവും നമ്പർ. അത് ബോക്സ് പീസൊക്കെ ആക്കിയിട്ട് കുറെ വീഡിയോസ് നമ്മൾ കണ്ടു. എന്താണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണോ? ബോക്സ് പീസായിട്ട് ഐഫോൺ XS പുതിയത് വന്നിട്ട് അങ്ങനെ ആക്കിയിട്ട് അറിയില്ല, ആപ്പിൾ ഇറക്കിയിട്ടില്ല. എങ്ങനെ സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതിന് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. പറഞ്ഞു തരണോണ്ടൊന്ന് വിചാരിക്കരുത്, കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതിന്റെ ബാറ്ററി വരുന്നത് 91% ബാറ്ററി ഉണ്ട്. 3400 ദിർഹംസ് 40 Pro Max 1TB. പിന്നെ 15 Pro ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസ് ആണ്. 15 Pro ജസ്റ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. ജസ്റ്റ് ആക്റ്റീവ് നല്ല ഓർഡർ ആയിട്ടുണ്ട്. ഇപ്പൊ സാധനം ക്വാണ്ടിറ്റി നമ്മൾ കാണിച്ചു തരാനില്ല, കാരണം ഒരു വീസുള്ളൂ. ക്വാണ്ടിറ്റി നമുക്ക് ഇന്ന സാധനം ഓർഡർ കൊടുത്തിട്ടുണ്ട് വരാനുണ്ട്. ഇവിടെ അവൈലബിലിറ്റി എപ്പോഴും ഉണ്ടാവും, നിങ്ങൾ വിളിച്ചാൽ മതി. അതിന് വരുന്ന പ്രൈസ് 3150 256GB സ്ക്രീൻ ഗാർഡും കവറൊക്കെ ചെയ്തുതരാം. വാറണ്ടി 6 മാസം നമ്മൾ തരാം. 100% ബാറ്ററി ഉണ്ടാവും. ജസ്റ്റ് ആക്റ്റീവ് എന്താണെന്നുള്ള ഒരു ഡൗട്ട് നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് ജപ്പാൻ സ്പെക്ക് അല്ല. ജസ്റ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇന്നിപ്പോ 16 ജസ്റ്റ് ആക്റ്റീവ് വന്നിട്ടുണ്ട്. 16 നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ? അത് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ വ്ളോഗേഴ്സിന് എടുത്തും അതേപോലെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ട് നിങ്ങൾ കാണിച്ചു വേണ്ടിയിട്ട് ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ടാവും. അതെന്താവും? അത് മാർക്കറ്റിൽ ഇറങ്ങും. അപ്പൊ എന്തായി? ജസ്റ്റ് ആക്റ്റീവ് ആയി. അപ്പൊ ആ ഒരു സാധനങ്ങളാണ് നിങ്ങളെ കയ്യിൽ കിട്ടുന്നത് ജസ്റ്റ് ആക്റ്റീവ് ആയിട്ട്. അങ്ങനെ വാറണ്ടി കഴിയുന്ന സാധനങ്ങളുണ്ട്, വാറണ്ടി ഇല്ലാത്ത സാധനങ്ങളുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സാധനം പറഞ്ഞാൽ ഇറങ്ങിയിട്ട് ഒരു വർഷമായില്ലേ, ഒരു വർഷം കഴിഞ്ഞിട്ട് വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതേപോലെ ഈ ഒരു സാധനം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ തന്നെയാണ് ജസ്റ്റ് ആക്റ്റീവ്. അത് നോൺ ആക്റ്റീവ് ജസ്റ്റ് ആക്റ്റീവ് അത്രയുള്ള വ്യത്യാസം. 100% ബാറ്ററി ഉണ്ടാവും. പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. അത് ഞാൻ ധൈര്യം ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് കംപ്ലൈൻസ് ഉണ്ടെങ്കിലും 6 മാസം കൊണ്ട് നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അത് റെഡിയാക്കി തരും. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷനേ അടിക്കണ്ട കേട്ടോ. ഫോണിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറായിട്ട് കായ് കൊണ്ട് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട. നമുക്ക് ഞാൻ പറഞ്ഞില്ല കുറെ സംഭവങ്ങളില്ല, കുറച്ച് സാധനങ്ങൾ നല്ല രീതിയിൽ നമുക്ക് കച്ചവടം ചെയ്തത്. പിന്നെ 12 Pro Max ഉണ്ട്, അതേപോലെ 30 Pro Max ഉണ്ട്. 12 Pro Max 1850 256GB 85% ബാറ്ററി ഒന്നും ചേഞ്ച് ആക്കിയിട്ടില്ല, നല്ല ക്ലീൻ പീസാണ്. 30 Pro Max 1TB ആണ്. നമ്മൾ 2650 ദിർഹംസിനാണ് 1TB കൊടുക്കുന്നത്. ഇതിൽ ഒരു മെസ്സേജ് വന്നതെന്ന് വെച്ചാൽ ആപ്പിൾ ജെനുവിൻ പാർട്ട് ബാറ്ററി ആപ്പിളിൽ നിന്ന് ഒറിജിനൽ മാറ്റിയതാണ്. 12 Pro വെറും 1350 ദിർഹംസിന് ഐഫോൺ 12 Pro 256GB. പൊന്നെ പേടിക്കണ്ട, അവിടെ ഒന്നും സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ 1350 ദിർഹംസിന് കൊടുക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 86% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. 86% ബാറ്ററി ഹെൽത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എബോട്ടിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ ക്യാമറ സിസ്റ്റം ജെനുവിൻ ആപ്പിൾ പാർട്ട് കാണിച്ചിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് ക്യാമറക്ക് ക്വാളിറ്റിയിൽ കാര്യങ്ങളൊന്നും മാറ്റില്ല. ആപ്പിൾ പാർട്ടാണ്, അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ആപ്പിളിൽ നിന്ന് ഒറിജിനൽ മാറ്റിയാണ്. ക്യാമറ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതൊക്കെ ഇവിടെ ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ എടുത്താൽ മതി. 1350 റൺസ് 256GB. അത് ഈ ഒരു പ്രൈസിന് ഈ ഒരു സംഭവം വർത്താണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഐഫോൺ 13 512GB ഉണ്ട്. അതുപോലെ തന്നെ 128 ഉണ്ട്. 128 1450 റംസിന് നിങ്ങൾക്ക് 128 നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും.
1600 ദിറംസിന് നിങ്ങൾക്ക് 512 GB. ഇത് രണ്ടും നോക്കിക്കോളി, നല്ല ക്ലീൻ പീസാണ്. ഇതിനൊന്നും ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല. സിനിമാറ്റിക് ആദ്യം വന്ന മോഡലാണ് iPhone 13 സീരീസ് മുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 512 GB നിങ്ങൾക്ക് എടുക്കാം. ഒരാൾക്കൊക്കെ മുന്നിൽ കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണ്. സ്ക്രാച്ചും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, കാരണം ഉണ്ടാവില്ല, നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം. അങ്ങനത്തെ സാധനം തന്നെയാണ് ഇവിടെ. വാക്ഡോട്ടോ അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കാൻ പറ്റിയ സാധനമൊന്നുമില്ല. നല്ല കുറച്ച് കയ്യിൽ കായുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൈസ കൂട്ടിയിട്ട് നല്ല സാധനം എടുത്തു വയ്ക്കാം. നമ്മളൊരു അഡ്വൈസ് ആണ്. മുമ്പ് ഇറങ്ങിയ മോഡലാണ് iPhone 11 സീരീസിൽ നമുക്ക് കളേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. 11 കുറച്ചും കൂടി കളേഴ്സ്. XR ശേഷം iPhone 11 കുറച്ചും കൂടി കളേഴ്സ് ഐഫോൺ കൊണ്ടുവന്നത് iPhone 11. ഇത് HK ഡിവൈസ് ആണ്. 2 സിം ഇടാൻ പറ്റിയത്, ഒറ്റ സിംഗിൾ പീസ് ഉള്ളൂ. നല്ല അടിപൊളി സാധനം തന്നെ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത 85% ബാറ്ററി ഹെൽത്തുള്ള സാധനം. 1050 ദിറംസ്. ഡബിൾ സിം ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം 128 GB ആണ്. വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല. ആപ്പിളിന്റെ ഒരു സൈറ്റ് ആണ്. അതായത് നമുക്ക് അറിയാലോ, ഗൂഗിളിൽ അടിച്ചാൽ മതി ചെക്ക് യുവർ ഡിവൈസ് കവറേജ്, അതായത് വാറന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആപ്പിളിന്റെ സൈറ്റിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇതിൽ ഞാൻ സീരിയൽ നമ്പർ അടിച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്യണേ, അതായത് ഈ ആപ്പിൾ സർട്ടിഫൈഡ് റീഫർബിഷ്ഡ്, ഇത് ഒറിജിനൽ ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് തെളിയിക്കുന്നത് ഈ ഒരു സൈറ്റ് തന്നെയാണ്. അത് നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിലും ആക്റ്റീവ് ആണോ ആക്റ്റീവ് അല്ലേ എന്നുള്ളത് നോക്കുക. ഇതിലൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇതിലിതാ നമുക്ക് ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ലൈവായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിത് മനസ്സിലാക്കാം, എന്നിട്ട് വേണം നിങ്ങൾ ഫോൺ എടുക്കണം. ഇത് നോക്കിയോളൂ, ആക്ടിവേറ്റ് യുവർ ഡിവൈസ് 12 Pro. ഈ ഒരു സംഭവം മെസ്സേജ് കണ്ടില്ല. അപ്പോൾ അതായത് ഈ ഒരു 12 Pro ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഇനി ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവേറ്റഡ് എന്ന് കാണിക്കും. അത് ആക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ആപ്പിൾ സർട്ടിഫൈഡ് റീഫർബിഷ്ഡ് ഡിവൈസ്, അതായത് F സീരീസിലാണ് iPhone 12 Pro ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. ഒരു കൊല്ലം വാറന്റി, TR ദുബായ് സ്പെക്ക്. വേറെ ഡൗട്ട് ഉണ്ട്, അപ്പോൾ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾ എടുക്കുക എന്നുള്ളത് 100% നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലം വേണ്ട, ഒരു 4-5 മാസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു തരണമെങ്കിലും ഞങ്ങൾ എടുക്കും. നമുക്കറിയത് F സീരീസ് ആപ്പിൾ തന്നെയാണ്. അങ്ങനെ കുറെ കമന്റ് കണ്ടിട്ടാണ് നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾ പറയാം, ഞങ്ങളത് തിരിച്ച് എക്സ്ചേഞ്ച് എടുക്കാനും നമ്മൾ തയ്യാറാണ്. F സീരീസ് 7 വട്ടം നല്ല സാധനം ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളാം. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് സൗകര്യം ഇവിടെ ഉണ്ട്. ബെസ്റ്റ് പ്രൈസിന് എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് സാധനം ഉണ്ടാകും. അപ്പോൾ ഇത് 1 ഇയർ വാറന്റി ഉണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന പ്രൈസ് 1700 ദിറംസാണ്. 1700 ദിറംസിനും 1 വർഷം വാറന്റി. ഇതിന്റെ ഒറിജിനൽ കേബിൾ ഉണ്ടാവും. പിന്നെ അപ്പോൾ അറിയാലോ, ഒറിജിനൽ കേബിൾ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് 20 വോൾട്ടിന്റെ, അതായത് C ടൈപ്പ് കേബിളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. പിന്നെ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ വാറന്റി സ്റ്റാർട്ട് ആവും. അപ്പോൾ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിനായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങളെ ഡിവൈസ് റെഡിയാക്കാൻ പറ്റും. അതാണ് 12 Pro ആപ്പിൾ റീഫർബിഷൻ, സർട്ടിഫൈഡ് റീഫർബിഷൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നാട്ടിലിരുന്ന് വീഡിയോ കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മളെ ബ്രാഞ്ച് ഉണ്ട്. ഈ ഒരു സാധനം നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യണമെങ്കിൽ തന്നെ സാധനം നിങ്ങളെ കയ്യിൽ കിട്ടും. ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് അതാണ് ആക്സസ്. നിങ്ങളിപ്പോ ട്രിവാൻഡ്രം ആയാലും കൊല്ലായാലും പത്തനംതിട്ട ആയാലും കോട്ടയായാലും കണ്ണൂരായാലും നമുക്ക് എവിടുന്നായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ടെങ്കിലും ഓർഡർ ആക്കാൻ പറ്റും. ഇവിടുത്തെ നമ്പറുണ്ട്, അവിടെ നാട്ടിൽ നമ്പറുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഈസി ടു ബൈ അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. 16 Pro Max TR സ്പെക്ക്. വേറൊരു കാര്യം, ഇതിൽ തന്നെ സ്പെക്ക് മാറുന്നതിനനുസരിച്ച് പ്രൈസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് ജപ്പാൻ ആയാലും ഹോങ്കോങ് ഡിവൈസ് ആയാലും US സ്പെക്ക് ആയി കഴിഞ്ഞാൽ പ്രൈസിൽ ഡ്രോപ്പ് ഒരുപാടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക, അത് ഏതാണ് സ്പെക്ക് എന്ന് ചോദിക്കുക. ഇത് TR സ്പെക്കാണ്. ഇത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 6350 ദിറംസിന്. ഡെസേർട്ട് ടൈറ്റാനിയം, അതായത് ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് കളറിനനുസരിച്ചിട്ടും പ്രൈസിൽ ചെറിയൊരു മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 2 ലക്ഷം കൊടുത്തിട്ട് അല്ലെങ്കിൽ 1.5 ലക്ഷം കൊടുത്തിട്ട് നമ്മൾ 16 Pro Max നമ്മൾ ആദ്യ ദിവസം എടുത്തവരെന്തായി ഇത്രയും പൈസ കുറഞ്ഞും ചെയ്തു. സോ ഗൈസ്, അപ്പം ശ്രദ്ധിക്കണം. അത് പറഞ്ഞാൽ ആപ്പിളിനോടുള്ള ഒരു മുഹബത്തോട് എടുക്കുന്നതാണ്. എത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ ഈ ആദ്യ ദിവസം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് എടുക്കുന്നവരല്ലേ. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വില കുറഞ്ഞു. പിന്നെ ഈ ഒരു മാസം വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഈ ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫോൺ എടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്. അവർക്കും ചെറിയൊരു മാറ്റങ്ങളിൽ പ്രൈസ് ഇതാക്കാൻ പറ്റും. ഒഫീഷ്യലി ആപ്പിളിൽ ഈ ഒരു സാധനത്തിന്റെ പ്രൈസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ, 5100 ദിറംസാണ്. പക്ഷെ മാർക്കറ്റിൽ ഇപ്പം അവൈലബിലിറ്റി ആപ്പിൾ സ്റ്റോറിൽ ഇല്ല. അതുകൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ എടുക്കുന്നത്. നമ്മൾ തന്നെ ഒരു ഫസ്റ്റ് ഡേ ഒരുപാട് സാധനങ്ങൾ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട്. 60 Pro Max ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട്. സോ അതിനുള്ള ഒരു കാര്യം പറയില്ല, ആദ്യ ദിവസം തന്നെ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് സ്വന്തമാക്കണം. ഈ ഒരു എത്ര വില കൊടുത്തു കഴിഞ്ഞാലും ഞാനൊരു ആപ്പിൾ ഫാൻ, ഡൈഹാർഡ് ഫാനാണ് ഇത് ആഗ്രഹിച്ചെടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിന് 60 Pro Max 6350 ദിറംസാണ്. നമുക്ക് നേരെ 16 Pro സെയിം കളറിൽ ഡെസേർട്ട് ടൈറ്റാനിയത്തിൽ വരുന്നത് 5150 ദിറംസിന് നിങ്ങൾക്ക് 16 Pro 256 GB ഡെസേർട്ട് ടൈറ്റാനിയം സ്വന്തമാക്കാൻ പറ്റും. ഇതിൽ 512 GB 1 TB അതേപോലെ
ഒരു 400-500 ദിറംസ് മാറ്റങ്ങളിൽ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മളടുത്തുള്ള ഈ ഒരു സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് പ്രൈസ് ആണ്. നാളെ വീണ്ടും മാറും. അപ്പൊ അങ്ങനെ പ്രൈസിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് മുമ്പ് തന്നെ നമ്മൾ കൊറിയർ സർവീസ് UAE മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഡെലിവറി പോകാൻ വേണ്ടി ചെയ്യും. ഒമാനിൽ നമ്മൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും ഫോൺ നോക്കുന്നവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കുറെ ഡെലിവറി നമുക്ക് പോകുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട്. ടാബിൽ തമാര വഴി നമുക്ക് ഫോണുകൾ എടുക്കാൻ പറ്റും. അതായത് നമുക്ക് 4 മാസത്തെ അടവിൽ നിങ്ങൾക്ക് ഫോൺ സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോണൊക്കെ എടുക്കണമെങ്കിൽ ഒരു 461 ദിറംസ്, 12 Pro എടുക്കണമെങ്കിൽ 461 ദിറംസ് മതി സ്വന്തമാക്കാം. അതേപോലെ 16 Pro എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ ഏകദേശം ഒരു 1200 ദിറംസ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അടവായിട്ട് എടുക്കുന്നത്. അത് നമ്മൾ ലോൺ പാസ്വേഡ് അനുസരിച്ചിട്ട്. അപ്പം ഇതാണ് നമ്മളെ വീഡിയോസ്. ഇഷ്ടപ്പെട്ടതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തണം. എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കമന്റിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യൂസ് ആൻഡ് ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ പ്രൈസ് അല്ല, ക്വാളിറ്റി. സെക്കൻഡ് വൺ പ്രൈസ് നോക്കിക്കോ, മാർക്കറ്റ് ചെക്ക് ചെയ്തോ. പ്രൈസ് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ എത്തിക്കോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വാങ്ങി വെക്കുക ഈ പറഞ്ഞ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ. ഓക്കെ, ഒരു പ്രശ്നമില്ല. ആരോടും ഈ കമന്റ്സ് ഇപ്പോൾ നിങ്ങൾ ഏത് കച്ചവടക്കാരനായാലും ഏതൊരാളും നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ പ്രൈസ് കൂടുതലാണ്, നിങ്ങൾക്ക് എന്നും ഈ ഒരു വില തന്നെയാണ് എന്ന് പറയുമ്പോൾ സന്തോഷം, സ്നേഹം മാത്രമല്ല. കാരണം ഒരുപാട് പേര് നമ്മളെ സ്റ്റിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് നന്ദി. കമന്റ് ചെയ്യുന്നവർക്കും നന്ദിയുണ്ട്. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. സോ വില ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാം. 100% യൂസർ ഫോൺസിന്റെ കാര്യത്തിൽ എന്ത് പ്രശ്നമെങ്കിലും നമ്മൾ ആർക്കും നിങ്ങളെ കൂടെ ഉണ്ടാവും. വേറെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ